ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ, അതിനുശേഷം ബ്ലാങ്ക് ആണ്. പിന്നെ കണ്ടോ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ താല്പര്യമുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ താല്പര്യമുണ്ട്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, താഴെ 3 ഓപ്ഷൻസുകളുണ്ട്. ലേൺ, ലേൺഡ്, അതുപോലെ ലേണിംഗ്. ഈ 3 നിന്ന് ഏതാണ് ഇവിടെ വരേണ്ടത്? ലേൺ ആണോ, അതോ ലേണിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള ലേൺഡ് ആണോ, അതോ ING ഫോം ആയിട്ട് ലേണിംഗ് ആണോ? എന്താ ആൻസർ പറയാം. ആൻസർ എന്താണെന്ന് പറയുക, ലേണിംഗ് ആണ്. ലേണിംഗ്. ഇപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, എന്തുകൊണ്ട് ലേൺ ഇവിടെ വന്നൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ലേണിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള ലേൺഡ് ഇവിടെ വന്നൂടാ, എന്തുകൊണ്ട് ING തന്നെ വരും? ഇതിൻ്റെ കാരണം ഇതാണ്. ഇവിടെ കണ്ടോ, ഈ ബ്ലാങ്കിൻ്റെ, ഈ ഒരു ബ്ലാങ്കിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ കണ്ടോ ഇൻ അല്ലേ? ഇൻ എന്താണെന്ന് അറിയോ? ഇന്നാണ് പ്രപ്പോസിഷൻ. എന്താ പറയുക? പ്രപ്പോസിഷൻ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു നിയമമുണ്ട്, ആഫ്റ്റർ പ്രപ്പോസിഷൻ, പ്രപ്പോസിഷന് ശേഷം നൗണോ അല്ലെങ്കിൽ പ്രൊനൗണോ വരാൻ പാടുള്ളൂ. ഈ 2 നിന്ന് ഏതെങ്കിലും ഒന്നേ വരാൻ പാടുള്ളൂ, നൗണോ അല്ലെങ്കിൽ പ്രൊനൗൺ, അല്ലാതെ ഒന്നും വരാൻ പാടില്ല. നൗണ്. അപ്പോൾ ഈ ലേണിംഗ് നൗണാണോ? ING ഫോം നൗണാണ്, വെർബല്ലേ? വെർബല്ലേ? അല്ല, ഇവിടെ ING വെർബല്ല. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ING ഉണ്ടല്ലോ, ഗോയിങ്, കമ്മിങ്, ഈറ്റിംഗ്, ഡ്രിങ്കിങ്, ഇതൊക്കെ വെർബാകുന്നത് ഇതിൻ്റെ മുന്നേ ഈസ്, ആം, ആർ എന്ന് വെച്ചാൽ ഹെൽപ്പിംഗ് വെർബ്. ഹെൽപ്പിംഗ് വെർബ് വരുമ്പോൾ മാത്രമാണ് ഇത് വെർബാവുന്നത്. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ലേണിംഗ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയട്ടെ. ലേണിങ്ങിൻ്റെ മുന്നേ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഐ ആം ലേണിംഗ്, ഐ ആം ലേണിംഗ്. ഇവിടെ ലേണിംഗ് എന്താ പറയുക? വെർബാണ്. എന്താ കാരണം? ഇവിടെ ആം വന്നില്ലേ? ഹെൽപ്പിംഗ് വെർബ് വന്നു. അപ്പം ഞാൻ പറയാണ് ഷീ ഈസ് ഗോയിങ്, അവൾ പോവുകയാണ്. ഇവിടെ ഗോയിങ് എന്താണ്? ഇവിടെ ഗോയിങ് വെർബാണ്, കാരണം ഈസ് വന്നു. ദേ ആർ കമ്മിങ്, അവർ വരുന്നു, അല്ല അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കമ്മിങ് എന്താണ്? വെർബാണ്. അതിൻ്റെ കാരണം ഇതിൻ്റെ തൊട്ട് മുന്നേ എന്താണ്? ഹെൽപ്പിംഗ് വെർബ് വന്നു. എന്ന് വെച്ചാൽ വെർബ് ING ഫോം, അതിൻ്റെ മുന്നേ ഹെൽപ്പിംഗ് വെർബ് വന്നാൽ മാത്രമേ ഇത് വെർബാവൂ. അല്ലാത്ത എല്ലാ സമയത്തും എല്ലായിടത്തും ഇത് നൗണാണ്. നൗൺ, ജെറൻഡ്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യൂ, ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ, ഗോ, അപ്പോൾ എഴുതി കാണിക്കും വെർബ്. ഇനി ING ചേർത്ത് നോക്കൂ, ഗോയിങ് അടിച്ചു നോക്കൂ, എഴുതി കാണിക്കും നൗൺ. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ പറയാം എന്താണ്? ലേണിംഗ് എന്താണ്? നൗണാണ്. ഇതിന് വെർബ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ING ഫോം, ഗോയിങ് ആയിക്കോട്ടെ, കമ്മിങ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒറ്റയ്ക്ക് എടുത്തിട്ട് കാണിക്കുകയാണ്. ഇതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ വെർബ് എന്ന് ഒരിക്കലും പറയരുത്. ഇതെന്താണ്? നൗണാണ്. നൗൺ തന്നെ പറയണം. ഇതിൻ്റെ തൊട്ട് മുന്നേ ഈസ്, ആം, ആർ, വാസ്, വേറോ എന്തെങ്കിലും ഹെൽപ്പിംഗ് വെർബ് വരുമ്പോൾ മാത്രമാണ് ഇത് വെർബായി മാറുന്നത്. ഓക്കെ, സെൻറ്റൻസ് ഉപയോഗിക്കുമ്പോൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായി? ഇനി ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞത് ഇത് ഇന്നാണ്. ഇന്നെന്താണ്? പ്രപ്പോസിഷൻ അല്ലേ? അപ്പോൾ പ്രപ്പോസിഷൻ ആണെങ്കിൽ അതിന് ശേഷം എന്താ വരാൻ പാടുള്ളൂ? നൗണോ പ്രൊനൗണോ വരാൻ. പ്രൊനൗൺ എന്ന് എന്താണ്? നമ്മളല്ലേ ഹി, ഷീ, ഹെർ, ഹിം, ഇതിനെയാണ് എന്താ പറയുക? പേരിന് പകരം ഉപയോഗിക്കൂലേ? ഐ, യു, ദേ, ഹി, ഷി, ഇതാണ് പ്രൊനൗൺ. ഇതാണ് പ്രൊനൗൺ. ഓക്കെ. അപ്പോൾ ലേൺ എന്താണ്? ലേൺ വെർബാണ്. ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ആഫ്റ്റർ പ്രപ്പോസിഷൻ, പ്രപ്പോസിഷന് ശേഷം നൗൺ അല്ലെങ്കിൽ പ്രൊനൗണേ വരാൻ പാടുള്ളൂ. ഓക്കെ. ലേൺ എന്താണ്? ഇതും വെർബാണ്, പാസ്റ്റ് അല്ലേ? ലേണിംഗ് എന്താണ്? ഇത് നൗണാണ്. ഇത് നൗണാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വരാം. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ് ആണല്ലോ. അപ്പോൾ ഇതെന്താണ്? ഇതിവിടെ നൗണാണ്, അതുകൊണ്ട് മാച്ചായി. ഇനി രണ്ടാമത് നോക്കാം. ഇവിടെ കണ്ടോളൂ, ഇവിടെ ഉണ്ടോ? ഷീ ഈസ് ഗുഡ് അറ്റ്, ഷീ ഈസ് ഗുഡ് അറ്റ്, അവൾ മിടുക്കിയാണ്, അവൾ മിടുക്കിയാണ്. എന്തിൽ അല്ലേ? എന്ന് വെച്ചാൽ പാടുന്നതിൽ, പാടുന്നതിൽ അവൾ മിടുക്കിയാണെന്ന് പറയണം. അപ്പോൾ സിംഗ് ആണോ വരിക? സിംഗ് ആണോ വരിക? സിംഗ് അല്ലെങ്കിൽ സാങ്, പാസ്റ്റ് ആണോ വരിക? വെർബ് പാസ്റ്റ്, സിംഗിൻ്റെ പാസ്റ്റ്. അല്ലെങ്കിൽ സിംഗിങ് ആണോ വരിക? ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വന്നു അല്ലേ? എന്താണ് ആൻസർ? സിംഗിങ്. ഒരു സംശയമില്ല. എന്താ കാരണം അറിയോ? ഇവിടെ ഉണ്ടോ? ബ്ലാങ്കിൻ്റെ തൊട്ട് മുന്നേ ഉണ്ടോ? ബ്ലാങ്കിൻ്റെ തൊട്ട് മുന്നേ എന്താണ്? അറ്റാണ്. അറ്റ് എന്താണ്? അറ്റ് ഈസ് എ പ്രപ്പോസിഷൻ. അപ്പോൾ പ്രപ്പോസിഷന് ശേഷം നൗൺ അല്ലെങ്കിൽ പ്രൊനൗണേ വരാൻ പാടുള്ളൂ അല്ലേ? ഇതിൽ സിംഗ് എന്താണ്? വെർബാണ്. സാങ് അതും വെർബ്, പാസ്റ്റ് ഫോം അല്ല, പാസ്റ്റാണ്. സിംഗിങ് എന്താണ്? നൗണാണ്. ഞാൻ പറഞ്ഞു സിംഗിങ് ഒറ്റയ്ക്ക് എടുത്ത് വെക്കുമ്പോൾ അത് എപ്പോഴും നൗണാണ്. ഇതിൻ്റെ തൊട്ട് മുന്നേ ഹെൽപ്പിംഗ് വെർബ് ഈസൈമാർ വന്നാലേ, ഹെൽപ്പിംഗ് വെർബ് വന്നാലേ അത് വെർബ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആൻസർ. സിംഗിങ് നൗൺ. നമുക്ക് എന്ത് വേണം? നൗണ് വേണം. കാരണം അറ്റ് എന്താണ്? പ്രിപ്പൊസിഷനായി. അപ്പോൾ എന്താണ്? അവൾ പാടുന്നതിൽ മിടുക്കിയാണെന്നായി. ഇനി മൂന്നാമതാണ്
ഹീ ലെഫ്റ്റ് വിത്തൗട്ട് ബ്ലാങ്ക് മീ എന്നുവെച്ചാൽ എന്നോട് പറയാതെ അവൻ പോയി എന്നാണ്. എന്നോട് പറയാതെ അവൻ വിട്ടുപോയാൽ പോയി. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ടെൽ വെർബാണ് അല്ലേ, പറയുക. ടോൾഡ് പറഞ്ഞു. ടെല്ലിങ് എന്താണ്? നൗണാണ്. എന്തിൻ്റെ? ടെൽ എന്ന് പറയുന്ന വെർബിൻ്റെ നൗണാണ് ടെല്ലിങ്. ഓക്കെ, ഇത് സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോഴാണ്, ഇതിൻ്റെ മുന്നേ ഹെൽപ്പിംഗ് വെർബ് വരുമ്പോഴാണ് വെർബ് ആവുക. അത് പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ സംശയമുണ്ടോ? ഒരു സംശയമില്ല അല്ലേ. ടെൽ ഒരിക്കലും വരാൻ പാടില്ല, ടോൾഡ് വരാൻ തന്നെ പാടില്ല. കാരണം രണ്ട് വെർബാണ് അല്ലേ, രണ്ടും എന്താണ്? വെർബാണ്. ഇവിടെ ടെല്ലിങ്ങേ വരാൻ പാടുള്ളൂ. കാരണം ടെല്ലിങ് എന്താണ്? എന്താണ്? നൗൺ. ഓക്കെ ആണല്ലോ, അത് ഓക്കെയാണ്. ഇനി നാലാമതാണ്. ഇത് പലർക്കും സംശയമുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മൾ റീഡിംഗ് കോഴ്സിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് സാർ ബിഫോറിന് ശേഷം ing വരാൻ കാരണം? എന്തുകൊണ്ട് വെർബ് സെക്കൻഡ് ഫോം വന്നുകൂടാ? എന്തുകൊണ്ട് വെർബ് ഫസ്റ്റ് വന്നുകൂടാ എന്നൊക്കെ ചോദിക്കുന്നില്ലേ? അതിനൊക്കെ കാരണം എന്താണ്? ഇതൊക്കെ എന്താണ്? പ്രിപ്പോസിഷനാണ്. ഇനിയുണ്ടോ? ആർ യു എഫ്രൈഡ് ഓഫ്? നിങ്ങൾ പേടിക്കുന്നുണ്ടോ എന്നാണ്. ആർ യു എഫ്രൈഡ് ഓഫ് എന്താണ്? ബ്ലാങ്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ നിങ്ങൾ പേടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ പേടിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നിന്ന് ആൻസർ തരാം. സ്പീക്ക് വെർബ്. സ്പീക്കാണോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. സ്പോക്ക് ആണോ? അതുമല്ല. എന്താ കാരണം? ഇത് രണ്ട് വെർബല്ലേ, രണ്ട് വെർബാണ്. ഇത് വെർബ് ഫസ്റ്റ്, ഇതെന്താണ്? വെർബ് സെക്കൻഡ്, പാസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടതോ? നൗണാണ് വേണ്ടത്. സ്പീക്കിംഗ്, നൗണാണ് സ്പീക്കിംഗ്. കാരണം ഓഫ് എന്താണ്? പ്രപ്പോസിഷൻ. എന്താ നിയമം എന്താണ്? പ്രപ്പോസിഷന് ശേഷം നൗൺ അല്ലെങ്കിൽ പ്രൊനൗണേ വരാൻ പാടുള്ളൂ. അതാണ്. അപ്പോൾ സ്പീക്കിംഗ് ആണ് ആൻസർ ആണല്ലോ. ഇനി നമ്മുടെ അടുത്താണ് വി ടോക്ഡ്. ഞങ്ങൾ സംസാരിച്ചു. അബൌട്ട് കുറിച്ച്. ബ്ലാങ്ക് ദെയർ. ഓപ്ഷൻ കണ്ടോ? എന്താണ്? ഗോ, വെന്റ്, ഗോയിങ് എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടേക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചു എന്നാണ്. ഞങ്ങൾ അവിടേക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചു. ഓപ്ഷൻ എന്താണ്? 3 ഓപ്ഷൻസിലുണ്ട്. ഗോ വരുമോ? ഒരിക്കലും വരില്ല. വി ടോക്ട് അബൌട്ട് ഗോ, നോ, ഇമ്പോസിബിൾ. കാരണം അബൌട്ട് എന്താണ്? അബൌട്ട് ഒരു പ്രപ്പോസിഷനാണ്. പ്രപ്പോസിഷന് ശേഷം നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ. നൗൺ വരാൻ പാടുള്ളൂ. ഓപ്ഷനിൽ പ്രൊനൗൺ ഇല്ലല്ലോ. ഓപ്ഷൻ ഉണ്ടോ? ഷീ, ഹി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് എന്താണ്? വെന്റ് ഒരിക്കലും വരില്ല. എന്നാണ്? ഇത് വെർബാണ്. എന്താ പറയുന്നത്? ഗോയിങ് അല്ല, എന്താണ്? ഗോയിങ് വരണം. നൗൺ ഗോയിങ്. എന്തായി? വി ടോക്ട് അബൌട്ട് ഗോയിങ് ദെയർ. ഇനി അടുത്താണ് ഹി സ്മൈൽഡ്. അവൻ പുഞ്ചിരിച്ചു അല്ലേ. ഇവിടെ കണ്ടോ? അവൻ പുഞ്ചിരിച്ചു. ആഫ്റ്റർ ശേഷം എന്താണ്? ഡാഷ് ബ്ലാങ്ക് ആൻഡ് മീ എന്ന് വെച്ചാൽ എന്നെ കണ്ടതിന് ശേഷം അവൻ പുഞ്ചിരിച്ചു. ഓപ്ഷനാണ് സി ഉണ്ട്, കാണുക. ഇത് വരുമോ? ഒരിക്കലും വരില്ല. അത് വെർബാണ്. വെർബ് ഫസ്റ്റ് അല്ലേ. സോ വരുമോ? ഒരിക്കലും വരില്ല. ഇതെന്താണ്? ഇതും വെർബാണ്, വെർബ് സെക്കൻഡ് ഫോം. പിന്നെ എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് സീയിങ് ആണ്. സീയിങ് എന്താ? സീയിങ് നൗൺ ആണ്. ഇവിടെ കണ്ടോ? ആഫ്റ്റർ ഈസ് എ പ്രപ്പോസിഷൻ. After is an preposition. Okay. ഇവിടെ കണ്ടോ? ആഫ്റ്റർ ഈസ് എ പ്രപ്പോസിഷൻ. ആഫ്റ്റർ ഒരു എന്താണ്? പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷന് ശേഷം നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ വരാൻ പാടുള്ളൂ. പ്രൊനൗൺ ഏതായാലും ഇല്ല. അതുകൊണ്ട് നൗൺ ഉണ്ട്. സീയിങ്. ഇവിടെ എന്താണ്? ആൻസർ ആണ് സീയിങ്. എന്നാണ് സീയിങ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. എടുത്തോളൂ. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്.